ഈശനും ഹിൽ പാലസും അത്തച്ചമയവും പ്രശസ്തി തീർക്കുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലൂടെയാണ് നവകേരളം നവമുന്നേറ്റം ഇനി സഞ്ചരിക്കുന്നത്. 1965 രൂപീകൃതമായ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് കെ ബാബുവാണ്. ക്ഷേത്രനഗരം കൂടിയായ തൃപ്പൂണിത്തുറയിൽ നിന്നും ഉയരുന്നത് വികസനത്തിന്റെ ശംഖുനാദങ്ങളാണ്. തൃപ്പൂണിത്തുറ, മരട് നഗരസഭകളും കണയന്നൂർ താലൂക്കിൽ ഉൾപ്പെടുന്ന കുമ്പളം, ഉദയംപേരൂർ എന്നീ പഞ്ചായത്തുകളും കൊച്ചി താലൂക്കിൽ ഉൾപ്പെടുന്ന കൊച്ചി നഗരസഭയുടെ 11 മുതൽ 18 വരെ വാർഡുകളും അടങ്ങുന്നതാണ് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം. പൊതുവായ വികസനത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള സമീപനമാണ് മണ്ഡലത്തിന് ഗുണകരമായത്. തൃപ്പൂണിത്തുറയിലേക്കെത്തിയ കൊച്ചി മെട്രോ തന്നെ ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്ന് CPIM തൃപ്പൂണിത്തുറ ഏരിയ സെക്രട്ടറി പി വാസുദേവൻ പറഞ്ഞു. മെട്രോ നമ്മുടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തി അതിൻ്റെ ടെർമിനലിൽ സമാപിക്കുന്നതിന് ഇടയായിട്ടുള്ള പ്രവർത്തനം അത് കാര്യക്ഷമമായി നടപ്പാക്കിയെന്ന് മാത്രമല്ല, അതൊരു തുടർച്ചയായ പ്രവർത്തനമായിരുന്നു. യഥാർത്ഥത്തിൽ മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് തന്നെ എത്തുമായിരുന്നില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം അത് വടക്കേക്കോട്ടയിലേക്കുള്ള റീച്ചിലേക്ക് എത്തിയത്. പിന്നീട് SN ജംഗ്ഷനും അതിൻ്റെ തുടർച്ചയിൽ മെട്രോ ടെർമിനൽ എന്നുള്ള നിലയിലേക്ക് പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കകത്തെ വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു എന്നുള്ളത് അതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നതിന് വേണ്ടി പറ്റും. സമാനതകളില്ലാത്ത വികസന നേട്ടമാണ് തൃപ്പൂണിത്തുറയ്ക്കും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ വികസനം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർത്തിയാക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ശരിയായ നിലയിൽ തന്നെ തീരുമാനമെടുത്ത് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സമീപനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വിവിധ പദ്ധതികളിൽ ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മുടെ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളെല്ലാം പരിശോധിച്ചാൽ അത് കാണുന്നതിന് വേണ്ടി കഴിയും. സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ പരിശോധിച്ചാൽ അത് കാണുന്നതിന് വേണ്ടി കഴിയും. അങ്ങനെ സമഗ്രമായി നമ്മുടെ മേഖലയ്ക്കകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി സംസ്ഥാന ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ പൂർത്തിയാക്കാൻ നല്ല ശ്രമം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തി. വിവിധ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ആർട്സ് കോളേജിന്റെ കെട്ടിടവും പൂർത്തീകരിച്ചു. മണ്ഡലത്തിലെ വിവിധ റോഡുകൾ നവീകരിച്ചു. ചില റോഡുകൾ പൂർത്തിയായി വരുന്നു. കോടികളാണ് പദ്ധതികൾക്കായി ചിലവഴിച്ചത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. സ്വരാജ് ഇവിടെ MLA ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കക്ഷിരാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ വിവിധ വാർഡുകളിൽ, വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചത്. എന്നാൽ വളരെ
തീർച്ചയായും നമ്മുടെ ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ ഇനിയും ഒരുപാട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അത് MLA എന്ന നിലയിൽ ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവായ വികസനത്തിൻ്റെ കാര്യത്തിൽ ഓരോ കാര്യങ്ങളും ഇവിടെ പൊതുവിൽ വരുന്ന കാര്യത്തിലെല്ലാം നല്ല ശ്രദ്ധയോടുകൂടിയുള്ള സമീപനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് തൃപ്പൂണിത്തുറയിൽ നടപ്പാക്കുന്നത്. മണ്ഡലത്തിന്റെ അടുത്ത ഏതാനും നൂറ്റാണ്ടുകൾ മുന്നിൽ കണ്ടുള്ള വികസന നയം തൃപ്പൂണിത്തുറയ്ക്ക് കരുത്തു പകരുകയാണ്. വെള്ളവും വള്ളവും അലങ്കാരമാക്കിയ കുട്ടനാട്ടിലൂടെയാണ് നവകേരളം നവമുന്നേറ്റത്തിന്റെ അടുത്ത യാത്ര. സമുദ്രനിരപ്പിന് താഴെയുള്ള മണ്ഡലമാണെങ്കിലും വികസനത്തിന്റെ ഉയരപ്പെരുമ വിളംബരം ചെയ്യുന്ന കൊയ്ത്തുപാട്ടാണ് കുട്ടനാട്ടിലാകെ മുഴങ്ങുന്നത്. വെള്ളവും വളവും ജീവിതത്തോടൊപ്പം ചേർത്ത നാടാണ് കുട്ടനാട്. പച്ചപ്പട്ടണിഞ്ഞ പാടശേഖരങ്ങളും നാഡീഞരമ്പുകൾ പോലെ ഇഴചേർന്ന ജലാശയങ്ങളും കുട്ടനാടിന് അഴക് ചാർത്തുന്നു. കേരളത്തിൻ്റെ നെല്ലറയെന്നും പമ്പാ നദിയുടെ ദാനമെന്നും അറിയപ്പെടുന്ന കുട്ടനാട് ഭൂപ്രകൃതി കൊണ്ടുതന്നെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. 1965 കുട്ടനാട് നിയോജകമണ്ഡലം നിലവിൽ വന്നത്. ചമ്പക്കുളം, എടത്വ, കൈനകരി, കാവാലം, മുട്ടാർ, നെടുമുടി, നീലംപേരൂർ, പുളിങ്കുന്ന്, രാമങ്കരി, തകഴി, തലവടി, വെളിയനാട്, വിയ്യപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കുട്ടനാട് നിയോജകമണ്ഡലം. NCPയിലെ തോമസ് കെ തോമസ് ആണ് കുട്ടനാട് മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ സമാനതയില്ലാത്ത വികസനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പരിഗണന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഈ 6-7 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മുന്തിയ പരിഗണന തന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട് മണ്ഡലം. സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണെങ്കിലും കുട്ടനാടിൻ്റെ വികസന ഗ്രാഫ് ഉയർന്നു തന്നെയാണ്. ലോകശ്രദ്ധ നേടിയ വിനോദസഞ്ചാര കേന്ദ്രമായതിനാൽ കുട്ടനാടിൻ്റെ തനത് ഭംഗിക്ക് വിള്ളൽ വീഴാതെയാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കപ്പെടുന്നത്. കുട്ടനാടിൻ്റെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതി. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി പ്രകാരം 671.66 കോടി രൂപ മുതൽ മുടക്കിയുള്ള AC റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പ്രളയത്തെ അതിജീവിക്കുന്ന തരത്തിൽ 5 പ്രധാന മേൽപ്പാലങ്ങൾ ഉൾപ്പെടെയാണ് AC റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നത്. കാരണം കുട്ടനാടെന്ന് പറയുന്നത് കേരളത്തിലെ നെല്ലറയായതുകൊണ്ട് തന്നെ അടിസ്ഥാന മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി വലിയ പരിഗണനയാണ് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും. ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്താണ് ഈ സെമി എലിവേറ്റഡ് ഹൈവേ എന്നുള്ള രൂപത്തിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 24 കിലോമീറ്റർ വരുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് യഥാർത്ഥത്തിൽ കുട്ടനാടിൻ്റെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന വളരെ മനോഹരമായ ഒരു ആധുനിക നിലയിലുള്ള ഒരു സംവിധാനമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 2018 മഹാപ്രളയത്തിൽ കുട്ടനാട് അകപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് ആളുകളെ അഭയ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ നിന്നൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അങ്ങനെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടപ്പാക്കിയ പദ്ധതിയാണ്. അത് അതിൻ്റെ ഏതാണ്ട് കമ്മീഷനിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൂടി അവസാനിച്ച് കഴിയുമ്പോൾ ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം നിന്നതുകൊണ്ടാണ്. അതുകൂടെ പരിഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിമനോഹരമായ റോഡാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ എണ്ണം പറഞ്ഞ റോഡുകളിലൊന്നായിട്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് 24 കിലോമീറ്റർ റോഡ് മാറാൻ വേണ്ടി പോവുകയാണ്. 5 മേൽപ്പാലങ്ങൾ അതിമനോഹരമായൊരു കാഴ്ചയായിരിക്കും ഇതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടും കുടിനീരിനായി നെട്ടോട്ടമോടേണ്ട ഭൂതകാലമുണ്ടായിരുന്നു കുട്ടനാടിന്. ദീർഘനാളായുള്ള ഈ പ്രശ്നത്തിനാണ് സർക്കാർ പരിഹാരമുണ്ടാക്കുന്നത്. സമഗ്ര കുട്ടനാട് കുടിവെള്ള വിതരണ പദ്ധതി മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലാണ്.
385 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നമാണെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളം സർവത്ര വെള്ളമാണ്, പക്ഷേ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ഇല്ല എന്നുള്ളതാണ്. അതിന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് യശസ്വരനായിട്ടുള്ള തോമസ് ചാണ്ടി MLA ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊടുത്തൊരു സ്ഥലമുണ്ട്. നീരേറ്റുപുറത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ട് അദ്ദേഹം സ്വന്തം കയ്യിലെ പണം ഉപയോഗിച്ച് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ അത് പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വളരെ ദ്രുതഗതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 300 കോടിയോളം രൂപയാണ് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഒരിക്കൽ പോലും കുട്ടനാട്ടിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശുദ്ധജലക്ഷാമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവനാപൂർണ്ണമായ പദ്ധതിയാണ്. അത് 9 ഫേസുകളായിട്ടാണ് കുട്ടനാട്ടിലെ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നത്. അത് 9 ഫേസിൻ്റെയും ടെൻഡർ കഴിഞ്ഞു, അത് ഏറ്റെടുത്തു. 3 വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ AC റോഡിൽ സഞ്ചരിക്കുമ്പോൾ കാണുന്ന പൈപ്പിടിയിൽ അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗത്തിൽ നടക്കുകയാണ്. കൂടാതെ 2 കാര്യങ്ങൾ കൂടി നീരേറ്റുപുറം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനം നടക്കുന്നുണ്ട്. മറ്റൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഗവൺമെൻറ് കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണും. റോഡുകളേക്കാൾ പാലങ്ങൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലമാണ് കുട്ടനാട്. ചെറുതും വലുതുമായ 100 കണക്കിന് പാലങ്ങൾ കുട്ടനാട്ടിലുണ്ട്. ഒരു ജനതയുടെ ദീർഘനാളത്തെ ആവശ്യമായ കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മാണത്തിന് 60.03 കോടി രൂപയുടെ അന്തിമ സാമ്പത്തിക അനുമതി ലഭ്യമായിട്ടുണ്ട്. പൂക്കൈതയാറിന് കുറുകെ 57.83 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പടഹാരം പാലവും, മണിമലയാറിന് കുറുകെ 28.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച മങ്കൊമ്പ് സിവിൽ സ്റ്റേഷൻ പാലവും സർക്കാരിൻ്റെ ഇച്ഛാശക്തിക്ക് തെളിവാണ്. കുട്ടനാട്ടിലെ നിരവധിയായിട്ടുള്ള പാലങ്ങൾ, കുട്ടനാട്ടിലെ ആളുകളുടെ ചിരകാല അഭിലാഷമായിരുന്ന ഒരുപാട് പാലങ്ങൾക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും അതിൻ്റെ ഭരണതലത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നെടുമുടി പഞ്ചായത്തിനെയും തകഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പടഹാരം പാലം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലമായി മാറാൻ വേണം. പാലത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾ, ഒരു വട്ടം സഞ്ചരിക്കുന്ന ആളിൽ വീണ്ടും ആ പാലത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വാച്ച് ടവർ അടക്കമുള്ള സംവിധാനങ്ങളാണ്. അവിടെ വളരെ മനോഹരമായ രൂപത്തിൽ ആ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ നിരവധി ഇപ്പോൾ കാവാലത്തെ തട്ടാശ്ശേരി പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചു. അവർക്കെല്ലാം പണം കൊടുത്തു. ഇപ്പോൾ കൈനകരിയിൽ തന്നെ, ഞാൻ താമസിക്കുന്നത് കൈനകരിയിലാണ്. കൈനകരിയിലെ മുട്ടേൽ പാലം, ആ മുട്ടേൽ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഫ്ബിയാണ് നടപ്പാക്കുന്നത്. അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായി, സ്ഥലമുടമകൾക്ക് പണം കൊടുത്തു. അങ്ങനെ നിരവധിയായിട്ടുള്ള പാലങ്ങൾ, കുറേ അധികം പാലങ്ങൾ പണി പൂർത്തീകരിച്ചു. ബാക്കിയുള്ള പാലങ്ങളെല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ തരത്തിലാണ് കുട്ടനാട്ടിൽ റോഡുകളും നിർമ്മിക്കുന്നത്. വിവിധ പദ്ധതികളിലായി 70 കിലോമീറ്ററിലധികം വരുന്ന റോഡുകളാണ് പൂർത്തിയാക്കിയത്. 62 കിലോമീറ്ററിലധികം വരുന്ന റോഡുകൾ BMBC നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രാമീണ റോഡ് മേഖലയിൽ വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ റോഡ് മുഖ്യമന്ത്രി തന്നെ ഗ്രാമീണ റോഡ് പദ്ധതിയിൽപ്പെടുത്തി നിരവധിയായിട്ടുള്ള റോഡുകൾ അങ്ങനെ സഞ്ചരിച്ചാൽ നമ്മൾ കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകളിൽ സഞ്ചരിച്ചാൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഗ്രാമീണ റോഡുകളെല്ലാം നല്ല റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടനാടിൻ്റെ ഒരു പ്രത്യേക പാരിസ്ഥിതികമായിട്ടുള്ള അവസ്ഥയും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ വെച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുന്ന റോഡുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു പ്രത്യേകത അനുസരിച്ചിട്ടുള്ള റോഡ് വികസനം മിക്ക റോഡുകളും ഇപ്പോൾ കൈനകരിയിൽ തന്നെ ഞങ്ങൾ പോയി കണ്ടുവന്ന ഒരു റോഡ് സൈച്ചറിയാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ 2,38 ലക്ഷം രൂപ മുടക്കിയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം കൈനകരിയിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു. അടുത്തൊരു അവിടെ നിന്ന് തുടർച്ചയായിട്ടുള്ള റോഡിന് വേണ്ടി പണം അനുവദിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗ്രാമീണ റോഡുകൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും അതിൻ്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായി നടക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കുട്ടനാട് മണ്ഡലത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും വികസന വെളിച്ചം എത്തിക്കാൻ കഴിഞ്ഞു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി കെട്ടിടവും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമായി. അതിൽ ആരോഗ്യമേഖല എടുത്തു പറയേണ്ട കാര്യങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രി. കുട്ടനാട് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് അത് എത്തുകയാണ്. എല്ലാ നിലയിലും ആരോഗ്യ മേഖലയിൽ വലിയ രൂപത്തിലുള്ള പരിഗണനയാണ് കുട്ടനാട് ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. വിവിധ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കരുതലോടുകൂടിയാണ്, ഒരുപാട് കരുതലാണ് യഥാർത്ഥത്തിൽ കുട്ടനാട്ടുകാർക്ക് ഗവൺമെൻറ് തന്നിട്ടുള്ളത്. ഒരുപാട് കരുതലാണ്. കരുതലും കൈത്താങ്ങും എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ആ രണ്ട് വാക്കുകളെ അനർത്ഥമാക്കുന്ന രൂപത്തിലാണ്. ഇപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പഠിച്ചൊരു സ്കൂൾ, ഞാനും എൻ്റെ ഭാര്യയും പഠിച്ച സ്കൂൾ, എൻ്റെ 2 മക്കൾ പഠിച്ചൊരു സ്കൂളാണ് കുട്ടമംഗലം ഗവൺമെൻറ് LP സ്കൂൾ. 3,38 ലക്ഷം രൂപ മുടക്കി വളരെ മനോഹരമായ ഒരു സ്കൂൾ കെട്ടിടം കൈനകരിയിൽ ചരിത്രത്തിലാദ്യമായി ഏതാണ്ട് 145 വർഷത്തെ പഴക്കമുള്ള ഒരു വിദ്യാലയമാണ്. പമ്പാ നദിയുടെ തീരത്താണ്. നിങ്ങൾ വന്നാൽ കാണാൻ വേണ്ടി കഴിയും. വളരെ മനോഹരമായ സ്കൂൾ. അതുപോലെ തന്നെ കിടങ്ങറയിലെ സ്കൂള്, അല്ല കുട്ടനാട്ടിൽ എണ്ണം പറയുന്ന പ്രധാനപ്പെട്ട സ്കൂളുകളെല്ലാം ഹൈടെക് ആക്കാനും സ്കൂളുകളിൽ നല്ല പശ്ചാത്തല സൗകര്യവും ഒരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള പദ്ധതികളാണ് കുട്ടനാട് വേണ്ടി പ്രത്യേകമായ ഒരു കരുതൽ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ. കുട്ടനാടിന്റെ കാർഷിക മേഖലയിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. വിവിധ പാടശേഖരങ്ങളുടെ പുറംബണ്ട് നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് പ്രഖ്യാപിച്ച 2ാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതികളാകെ നടപ്പാക്കപ്പെടുന്നത്.
കുട്ടനാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ നെല്ലറയാണ്. അപ്പോൾ ആ കുട്ടനാടിനെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കുട്ടനാട് പാക്കേജ്, ഒന്നാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ വേണ്ടി VS ഗവൺമെൻറ് കാലത്ത് തീരുമാനിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് ശേഷം വന്ന ഗവൺമെൻറ് അതിന് വേണ്ട തരത്തിലുള്ള ഫോളോ അപ്പ് നടത്തുകയോ അല്ലെങ്കിൽ 1840 കോടി രൂപയുടെ ഒന്നാം കുട്ടനാട് പാക്കേജ് തകർക്കപ്പെട്ടു പോകുന്ന വിവിധ വകുപ്പുകളുടെ ഏകോപനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ലാതെ പോയതിൻ്റെ അർത്ഥത്തിൽ ആ ഒന്നാം കുട്ടനാട് പാക്കേജ് ഇല്ലാതായിപ്പോയി. പക്ഷേ രണ്ടാം കുട്ടനാട് പാക്കേജ് നടപ്പാക്കാൻ വേണ്ടി പിണറായി ഗവൺമെൻറ് തീരുമാനിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പാടശേഖരങ്ങൾക്ക് പുറബണ്ടില്ല എന്നുള്ളതാണ്. ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും മടവീഴ്ചയുണ്ടായി പാടശേഖരത്തെ കൃഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കുട്ടനാട്ടിലുള്ളത്. കാരണം കുട്ടനാട് സമുദ്രനിരപ്പിൽ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തെ അതിജീവിച്ച് വേണം കൃഷി എടുക്കാൻ. ആ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പാടശേഖരങ്ങളെ പുറബണ്ട് സംരക്ഷിക്കാൻ എത്രയോ ഡസൻ കണക്കിന് പാടശേഖരങ്ങൾക്കാണ് ഈ പാടശേഖരങ്ങൾ പുറബണ്ട് സംരക്ഷിക്കാനും ഒരു 3 മീറ്റർ വീതിയിൽ വഴി നിർമ്മിച്ച് ഒരു കാരണവശാലും മടവീഴ്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കരുതലുണ്ടാവുന്നുണ്ട്. ഞാനിത് പറയുമ്പോൾ എപ്പോഴും കൈനഗിരിയുടെ കാര്യം പറയില്ല. കൈനഗിരിയിലെ പുല്ലാട്ടുപാടം എന്ന് പറയുന്ന ഒരു പാടശേഖരത്തിന് ഏറ്റവും അവസാനം അനുവദിച്ച 8.5-9 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. കൈനഗിരിയിൽ തന്നെ വലിയകരി മീനപ്പള്ളി എന്ന് പറയുന്ന വലിയകരിയും അതോടൊപ്പം തന്നെ മീനപ്പള്ളി അടക്കമുള്ള പാടശേഖരങ്ങളുടെ പുറബണ്ട് സംരക്ഷിക്കാൻ വേണ്ടി അതിന് 15 കോടി രൂപയാണ് 2-3 പാടശേഖരങ്ങളുടെ പുറബണ്ട് സംരക്ഷിക്കാൻ വേണ്ടി കൊടുത്തത്. ഒരുപാട് പാടശേഖരങ്ങളുടെ പുറബണ്ട് സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടക്കുന്നുണ്ട്. പിന്നെ കുട്ടനാട്ടിലെ കൃഷിക്കാരുടെ നെല്ലെടുത്തുകൊണ്ട് പോയാൽ കൃത്യമായി പണം ലഭിക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇത്തവണ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയിൽ അനുഭവിച്ചുകൊണ്ട് കൃത്യമായി നെല്ല് സംഭരിക്കാനും അവർക്ക് കൃത്യമായി പണം കൊടുക്കാനും ഈ മില്ലുകാരുടെ അമിതമായ ചൂഷണത്തിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ട് നിലപാട് സ്വീകരിക്കണം. അത് ഗവൺമെൻറ് പോളിസി തന്നെയാണ്. പക്ഷേ മറ്റ് മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ മില്ലുകാരെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. ഇനി ഭാവിയിൽ അത് മില്ലുകാരെ ഒഴിവാക്കിക്കൊണ്ടാണെന്ന് പറഞ്ഞാലും ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ച് നെല്ല് സംഭരിച്ചാൽ ഈ ഒരു ചൂഷണത്തിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കുകയൂടെ കൂടി ചെയ്തു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായും കേരളത്തിൻ്റെ കാർഷിക മേഖല, കുട്ടനാടിൻ്റെ കാർഷിക മേഖല സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിന് കഴിയും. കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ ശ്രദ്ധേയമായ വികസന പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്. ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ വികസന പദ്ധതികൾ കുട്ടനാടൻ ജനതയ്ക്ക് സർക്കാർ നൽകുന്ന കരുതലിന്റെ തെളിവ് കൂടിയാണ്.